വികസനത്തിനും ക്ഷേമത്തിനും മോദിയുടെ ഗ്യാരണ്ടിയെന്ന് വടക്കുംനാഥനെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് ലക്ഷങ്ങൾ അണിനിരന്ന സ്ത്രീശക്തി സംഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സ്ത്രീശക്തിയുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനം. ദരിദ്രർ, കർഷകർ, യുവാക്കൾ, വനിതകൾ എന്നീ 4 വിഭാഗങ്ങളുടെ വികസനമാണ് പുരോഗതിക്ക് അടിസ്ഥാനം. വനിതാ സംവരണം നിയമമാക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു. മുത്തലാഖിന്റെ അനീതിയിൽ നിന്ന് മുസ്ലിം സഹോദരിമാരെ രക്ഷിക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു. 10 കോടി വീടുകളിൽ സൗജന്യ പാചകവാതകം എത്തിച്ചു. 12 കോടി വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു. 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ നൽകി. സൈന്യത്തിൽ വനിതകൾ കമാൻഡിംഗ് ഓഫീസർമാരായി. പ്രസവാവധി 27 ആഴ്ചയായി വർദ്ധിപ്പിച്ചു. ഇതെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നിരവധി വനിതാ ക്ഷേമ പദ്ധതികൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയാണ് മോദി ഗ്യാരണ്ടിയുടെ കരുത്ത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി കേന്ദ്രം നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് കോൺഗ്രസ് ഇടത് സഖ്യം എതിര് നിൽക്കുന്നു. വികസനത്തിന് നൽകുന്ന ഫണ്ടിന്റെ കണക്ക് ചോദിക്കരുതെന്നാണ് ഇവരുടെ നയം. സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങൾ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്ഷേത്രങ്ങളെയും ഉത്സവങ്ങളെയും പോലും സാമ്പത്തിക നേട്ടത്തിനായി തകർത്തുകളയുന്ന അവസ്ഥയാണ്. ശബരിമലയിലെ ദുരവസ്ഥ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടാണ്. തൃശൂർ പൂരത്തിന് എതിരെയുള്ള നീക്കങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നും മോദി പറഞ്ഞു. കഴിഞ്ഞ ദിവസം മന്നം ജയന്തി ആയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി മന്നത്ത് പത്മനാഭന്റെ പേര് പ്രസംഗത്തിൽ പ്രത്യേകം പരാമർശിക്കുകയും ഉണ്ടായി. എല്ലാ മതവിശ്വാസങ്ങളെയും ആദരവോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തെ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ BJP സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. ക്രിസ്മസിന് ക്രൈസ്തവ ആത്മീയ നേതാക്കൾക്കും പണ്ഡിതർക്കും വിരുന്നൊരുക്കാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനും ഭാഗ്യമുണ്ടായെന്നും മോദി പറയുകയുണ്ടായി. സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുന്ന ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്തു. തൃശൂർ പൂരത്തിന് സമാനമായ ജനസാഗരമാണ് മോദിയെ സ്വീകരിക്കാൻ അവിടെ എത്തിച്ചേർന്നത്. ഇരുപുറവും നിന്നവരെ കൈവീശി അഭിവാദ്യം ചെയ്ത് തുറന്ന വാഹനത്തിൽ നീങ്ങിയ പ്രധാനമന്ത്രി സമ്മേളന നഗരിയിലെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി ജനസഞ്ചയത്തിന് നടുവിലൂടെ നടന്ന് വേദിയിലേക്ക് എത്തി. കെ സുരേന്ദ്രനാണ് സമ്മേളനത്തിൽ അധ്യക്ഷനായി എത്തിച്ചേർന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് പ്രസംഗം പരിഭാഷപ്പെടുത്തിയത്. കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാദവേക്കർ, സഹപ്രഭാരി രാധാ മോഹൻദാസ് അഗർവാൾ, PT ഉഷ MP, സുരേഷ് ഗോപി, ശോഭന, മിന്നുമണി, വൈക്കം വിജയലക്ഷ്മി, ഡോക്ടർ ശോശാമ്മ ഐപ്പ്, വീണ കണ്ണൻ, ഡോക്ടർ MS സുനിൽ, മറിയക്കുട്ടി, ഉമാപ്രേമൻ, ശോഭ സുരേന്ദ്രൻ, ഡോക്ടർ J പ്രമീള ദേവി, TP സിന്ധുമോൾ, പ്രൊഫസർ VT രമ, അഡ്വക്കേറ്റ് നിവേദിത, നവ്യ ഹരിദാസ്, സിനി മനോജ്, തുഷാർ വെള്ളാപ്പള്ളി, കുമ്മനം രാജശേഖരൻ, AP അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു.